ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ ശൃംഖലകൾക്കെതിരെ ആഗോളതലത്തിൽ വൻ സുരക്ഷാവേട്ട. ലഹരി മാഫിയ തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം ഉൾപ്പെടെയുള്ള അധോലോക ശൃംഖലകളെ ലക്ഷ്യമിട്ട് അമേരിക്ക, കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നടത്തിയ അതിശക്തമായ റെയ്ഡുകളിൽ 24 പേർ അറസ്റ്റിലായി. വധശ്രമങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, കോടികളുടെ പണം തട്ടൽ, അതിർത്തി കടന്നുള്ള ഭീകരാന്തരീക്ഷം എന്നിവ സൃഷ്ടിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ സിൻഡിക്കേറ്റുകൾക്കെതിരെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ സുരക്ഷാ നടപടിയാണിത്. ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വൻ ദൗത്യം അമേരിക്കയിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് ഓഫ് കാലിഫോർണിയ അറ്റോർണി ഓഫീസാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അമേരിക്കൻ, കാനഡ, യൂറോപ്യൻ സുരക്ഷാ ഏജൻസികൾ വർഷങ്ങളായി നടത്തിയ അതീവ രഹസ്യാന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ സംയുക്ത നീക്കം. ആകെ 37 പ്രതികൾക്കെതിരെ 3 വ്യത്യസ്ത കുറ്റപത്രങ്ങളാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ 13 പേർ അമേരിക്കയിൽ നിന്നുള്ളവരാണ്. ഇതിൽ 11 പേർ കാലിഫോർണിയയിലും, ഒരാൾ ഇന്ത്യാനയിലും, ഒരാൾ ജോർജിയയിലുമാണ് പിടിയിലായത്. കാനഡയിൽ നിന്ന് 3 പേരും സ്പെയിനിൽ നിന്ന് ഒരാളും അറസ്റ്റിലായപ്പോൾ 7 പ്രതികൾ നേരത്തെ തന്നെ മറ്റ് കേസുകളിൽ കസ്റ്റഡിയിലായിരുന്നു. ഇന്ത്യയിലും അമേരിക്കയിലും യൂറോപ്പിലുമായി ഒളിവിൽ കഴിയുന്ന മറ്റ് 10 പ്രതികൾക്കായി അന്താരാഷ്ട്ര ഏജൻസികൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. റെയ്ഡുകളിൽ 1 ടണ്ണോളം കൊക്കെയിൻ, 1 കിലോഗ്രാം ഹെറോയിൻ, $40,000, നിരവധി മാരക ആയുധങ്ങൾ എന്നിവ സുരക്ഷാ സേന പിടിച്ചെടുത്തു. സക്രമെന്റോ, ലോസ് ആഞ്ചലസ് മേഖലകളിലെ 30-ലധികം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടന്നത്. ഇന്ത്യൻ ജയിലിനകത്ത് കിടന്നുകൊണ്ട് നിരോധിത മൊബൈൽ ഫോണുകളും എൻക്രിപ്റ്റ് ചെയ്ത ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് 33-കാരനായ ലോറൻസ് ബിഷ്ണോയി ഈ ആഗോള ക്രിമിനൽ ശൃംഖല നിയന്ത്രിച്ചിരുന്നതെന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കുന്നു. പുറമെ ദേശീയവാദിയായും മതഭക്തനായും സ്വയം ചിത്രീകരിക്കുമ്പോഴും കൊലപാതകങ്ങളും രാഷ്ട്രീയ വധങ്ങളും മനുഷ്യക്കടത്തും നടത്തുന്ന വൻ മാഫിയയാണ് ബിഷ്ണോയി ജയിലിനുള്ളിലിരുന്ന് നയിച്ചിരുന്നത്. കാനഡയിലെ സരയിൽ സിഖ് കേന്ദ്രത്തിന് മുന്നിൽ വെച്ച് ബാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ലോറൻസ് ബിഷ്ണോയിയും കാനഡയിലെ പ്രധാന കൂട്ടാളി സതീന്ദർജിത് സിംഗ് എന്ന ഗോൾഡി ബ്രാറും ചേർന്നൊരുക്കിയ ഗൂഢാലോചനയാണെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ പശ്ചാത്തലത്തിൽ 2025-ൽ കാനഡ ബിഷ്ണോയി സംഘത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസ്, തൗസൻഡ് ഓക്സ് എന്നിവിടങ്ങളിലെ വ്യവസായികളെയും മതനേതാക്കളെയും ഭീഷണിപ്പെടുത്തി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായും ഇവർക്കെതിരെ തെളിവുകളുണ്ട്. ബിഷ്ണോയിയുടെ മുൻ കൂട്ടാളികളും നിലവിൽ ശത്രുവായ ജഗ്ഗു ഭഗവാൻപുരിയ നയിക്കുന്ന ഭഗവാൻപുരിയ ക്രിമിനൽ സിൻഡിക്കേറ്റിനെതിരെയാണ് രണ്ടാമത്തെ കുറ്റപത്രം. ഇന്ത്യ, അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ, UK തുടങ്ങി നിരവധി രാജ്യങ്ങളിലായി 1000-ലധികം അംഗങ്ങളുള്ള വലിയൊരു ശൃംഖലയാണ് ഇവർക്കുള്ളത്. ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാജ കേസുകളുണ്ടാക്കി എതിരാളികളെ ഇവർ ഭീഷണിപ്പെടുത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വാൻകൂവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രവീന്ദ്ര സിംഗ് ധണ്ടയുടെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തിനെതിരെയാണ് മൂന്നാമത്തെ കുറ്റപത്രം. തെക്കൻ കാലിഫോർണിയയിൽ നിന്ന് കാനഡയിലേക്ക് വലിയ ട്രക്കുകളിലും കാർഷിക വാഹനങ്ങളിലും ഒളിപ്പിച്ച് ആഴ്ചതോറും 100 കണക്കിന് കിലോഗ്രാം കൊക്കെയിനും മെത്താംഫെറ്റാമൈനും ഇവർ കടത്തിയിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. FBI, ലോസ് ആഞ്ചലസ് പോലീസ്, റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ്, സ്പെയിനിലെ ഗാർഡിയ സിവിൽ എന്നിവരടക്കം ലോകത്തിലെ പ്രമുഖ അന്വേഷണ ഏജൻസികളുടെ സമാനതകളില്ലാത്ത കൂട്ടായ്മയാണ് ഈ വൻ മാഫിയ ശൃംഖലകളെ തകർത്തത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.